ചന്ദനം തൊടുന്നത് അന്ധവിശ്വാസത്തിൻ്റെ മതവിശ്വാസത്തിൻ്റെ പ്രതീകമാണ് ചന്ദനം ആണ്. പലരും ചന്ദനം മാച്ച് കളയും പുറത്തേക്ക് പോകുമ്പോൾ. ഒരു നാണക്കേട് പോലെയാണ്. അതൊരു മതവിശ്വാസമാണ്. അജ്ഞാനികളാണ് ചന്ദനം തൊടുന്നത് എന്നാണ് പൊതുവെ ഇപ്പോൾ ഒരു ധാരണ. ചന്ദനം തൊട്ടാൽ അതെന്തോ വലിയ തെറ്റാണ്, ഒരു ക്രൈം ചെയ്ത പോലെയാണ്. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, വെട്ടിയാലും കൈവശം വെച്ചാലും ശിക്ഷാർഹമാണ്. എന്താണെന്നറിയാം? പെത്തഡീനും ബ്രൗൺ ഷുഗറൊന്നുമല്ല ചന്ദനം. കാരണം എന്താണെന്നറിയാം? അത് അത്രയും വലിയ മെഡിസിനാണ്. ചതി ആഹ്ലാദിപ്പിക്കുന്നത് ചന്ദനം. ലോകത്തിലെ ഏറ്റവും വലിയ സുഗന്ധ ദ്രവ്യം ചന്ദന തൈലമാണ്. വില ലിറ്ററിന് 5 ലക്ഷം രൂപ. അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇത്? അന്ധവിശ്വാസത്തിൻ്റെ വിലയാണോ ഇത്? ചന്ദനമരമാണ് ഏറ്റവും വില കൂടിയ വൃക്ഷങ്ങളിലൊന്ന്. അറിയൂ, അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണോ അതിന് വില കൂടിയിരിക്കുന്നത്? ഇത്രയും വലിയ ഔഷധ ഗുണമുള്ളത് കൊണ്ടാണ് അതിന് ഇത്രയും വില. അപ്പോൾ അതിൻ്റെ ഔഷധ ഗുണം എന്തായിരിക്കും? ആലോചിച്ച് നോക്കി. നമ്മൾ കൈവശം വെച്ചാൽ, അല്ലെങ്കിൽ ആ വൃക്ഷം നട്ട് പരിപാലിച്ചവന് വെട്ടാനുള്ള അധികാരമുള്ളത് ഇല്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിക്കും. നമ്മൾ ചന്ദനം നട്ട് വളർത്താം, പക്ഷേ വെട്ടണമെങ്കിലോ ഫോറസ്റ്റിൻ്റെ അനുമതി വേണം. അനുമതി മാത്രം മതിയോ? അതവർ കൊണ്ടുപോവുകയും ചെയ്യും. അത് വെട്ടിയാലോ അത് വിൽക്കാൻ ശ്രമിച്ചാലോ കൈവശം വെച്ചാലോ എന്തായിരിക്കും? ശിക്ഷാർഹമാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ, അതിൻ്റെ വില, അതിൻ്റെ ഔഷധ ഗുണം എത്ര വലുതായിരിക്കുമെന്നും സാമാന്യം നമുക്ക് ചിന്തിക്കണ്ടേ? ചന്ദന കള്ളക്കടത്ത് അതായിരുന്നു നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കള്ളക്കടത്ത്. ഈ തടി കള്ളക്കടത്ത് നടത്തണമെങ്കിൽ അതിന് എത്രമാത്രം വിലയുണ്ട്, എത്രമാത്രം ഔഷധ ഗുണമുണ്ട് അല്ലേ? ആ ചന്ദനം നമ്മൾ തിരുനെറ്റിയിൽ ലേപനം ചെയ്താൽ അത് അന്ധവിശ്വാസമാണോ? ആണോ? ആ ചന്ദന മരത്തിൻ്റെ കാതലോളം കാതലായിട്ടുള്ള ഒന്നും ഇവിടെ കാവലായിട്ടില്ല. മനുഷ്യൻ്റെ ആരോഗ്യത്തിന്, മനുഷ്യൻ്റെ സൗന്ദര്യത്തിന്.